സിനിമാ സംവിധായകനാകാനുള്ള കാൽവയ്പ് അമ്പേ പരാജയമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. അവിടെ മറ്റൊരു ദുർഗതിയും ആലപ്പി രംഗനാഥിനെ കാത്തിരുന്നു. ആരുടെയൊക്കെയോ ഇടപെടൽ മൂലം സിനിമയുടെ ഒരു മേഖലയിലേക്കും ഇദ്ദേഹത്തിന് കുറെ കാലം പ്രവേശനം ലഭിച്ചില്ല. രംഗനാഥിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ നാദം നിലച്ചുപോയ കാലമായിരുന്നു അത്. പേരും അംഗീകാരമുള്ള അനുഗ്രഹീതരായ മുഴുവൻ ഗായകരെയും നേരിട്ട് പാടിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ സംഗീത ചക്രവർത്തിമാരായ ശ്രീമാൻ ഇളയരാജയും എൻ്റെ വന്ധ്യഗുരുനാഥനായ MS വിശ്വനാഥൻ സാറിനെയും എൻ്റെ സംഗീതത്തിൽ ഓരോ പാട്ടുകൾ പാടിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ സംഗീത സംവിധാന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കണക്കാക്കുകയാണ്. ഇങ്ങനെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുള്ള സമ്മിശ്രമമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യത്തിന്റെ പടികൾ കയറിയും നിർഭാഗ്യത്തിന്റെ പടികൾ ഇറങ്ങിയും ഇദ്ദേഹത്തിന്റെ കലാജീവിതം ഇന്നും തുടരുന്നു. വിജയങ്ങളെ സമ്മോഹനങ്ങളായി നെഞ്ചോട് ചേർക്കുന്ന രംഗനാഥ് പരാജയങ്ങളുടെ ഓർമ്മകളെ മാറാപ്പിൽ ചുമക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ജീവിതം നൽകിയ വലിയ ചില സന്തോഷങ്ങളുടെ ഓർമ്മ ഇന്നും ഇദ്ദേഹത്തിലുണ്ട്. ഞാൻ ഏതാണ്ട് 20 സിനിമകളോളമേ ചെയ്തുള്ളെങ്കിലും സിനിമാ രംഗത്ത് ഏതാണ്ട് വിരലിലെണ്ണാൻ 10-20 സിനിമകൾ ചെയ്തു. നാടകരംഗത്ത് 42 നാടകങ്ങൾ എഴുതി, 10,500 ഗാനങ്ങൾ രചിച്ചു. അതിൽ 100-100 യേശുദാസ് തന്നെ പാടി. എണ്ണത്തിൽ കുറച്ചേയുള്ളൂ സിനിമ, നാടകങ്ങൾ കുറച്ചുകൂടി വരും. പക്ഷേ കാലത്തിനു മുന്നിൽ സമർപ്പിക്കപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിൻ്റെതായ 252 ഗാനങ്ങൾ യേശുദാസിന്റെ അനശ്വര ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംഗീതത്തോടൊപ്പം ഈ ജീവിതയാത്ര തുടരാനാണ് ഇന്നും ആലപ്പി രംഗനാഥിന് ഇഷ്ടം. പാട്ടുവിട്ടൊരു ജീവിതം ഇദ്ദേഹത്തിന് ആലോചിക്കാനേ കഴിയില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കലകൾ തന്നെയാണ്. കാരണം സംഗീതം, സാഹിത്യം ഇത് എൻ്റെ ആത്മാവിൻ്റെ 2 ചിറകുകളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് അച്ഛൻ ബാലൻ മകൻ ഭീമൻ എന്ന പേരിലൊരു സിനിമ ചെയ്തു. അതിനകത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ, വിജയ് യേശുദാസ്, നമ്മുടെ ദാസേട്ടൻ, മഞ്ചരി ഒക്കെയാണ് പാടിയത്. പ്രശസ്ത ക്യാമറമാൻ MD സുകുമാരൻ തമിഴിൽ ഈയിടെ ചെയ്ത ഒരു പടം ഉഴയ്ക്കും പാതൈ, അതിന് 3 പാട്ടുണ്ട്. ആ പാട്ടും സംഗീതം ചെയ്ത് ഞാനാണ്. അത് പടം പൂർത്തിയായി താമസിയാതെ റിലീസാകുന്നു. പിന്നെ മറ്റൊരു തിരക്കഥാ രചനയിലാണ് പാടാം നമുക്ക് പാടാം എന്ന പേരിലൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിൻ്റെ തന്നെ കഥയാണ്. അതാണ് പാടാം നമുക്ക് പാടാം. ചില ഓർമ്മകളെയും ചില വേദനകളെയും നെഞ്ചിലൊതുക്കുന്നുണ്ട് ആലപ്പി രംഗനാഥ്. സ്വകാര്യ നഷ്ടങ്ങളെക്കാൾ ഒപ്പമുണ്ടായിരുന്ന ചിലരുടെ വേർപിരിയലുകൾ ഇന്നും തീരാത്ത നോവാണ് ഇദ്ദേഹത്തിന്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരൻ അനശ്വരനായ ഗിരീഷ് പുത്തഞ്ചേരി രംഗനാഥിന്റെ മനസ്സിലെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയാണ്. അച്ഛൻ ബാലൻ മകൻ ഭീമൻ എന്നൊരു സിനിമ ഈ അടുത്ത കാലത്ത് ചെയ്തതാണ്. അതിലെ പ്രധാനപ്പെട്ട പാട്ട് ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. അതിന് കവിത നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ എന്ന് ഞാൻ വിചാരിച്ച് ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന യശരീരനായ ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിന് കവിത എഴുതിയിരിക്കുന്നത്. ആ പാട്ട് ഗിരീഷിന് വേണ്ടി ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നിലൂടെ എൻ്റെ നെഞ്ഞിലൂടെ ഞാനെങ്ങോട്ട് പോകും യാത്ര, പിൻവിളി കേൾക്കാനുണ്ടോ ആരെയോ, പിന്തുടരാനുണ്ടോ എന്നിലൂടെ എൻ്റെ നെഞ്ചിലൂടെ. ആ കവിതയുടെ അവസാനം ഗിരീഷ് എഴുതി, മതിയായി ജീവിതം മതിയായി ജീവിതം മരണത്തിനപ്പുറം ജനനമുണ്ടോ, മതിയായി ജീവിതം മതിയായി ജീവിതം മരണത്തിനപ്പുറം ജനനമുണ്ടോ. ആരും അറിയാതെ, ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഗിരീഷ് എന്ന പ്രിയ കവി മറഞ്ഞു. ഒരുപക്ഷെ ആ സത്യം എഴുതി വെച്ചിട്ടാണോ ആ അവസാന ഗാനം എന്നെ തന്നെ ട്യൂൺ ചെയ്യാൻ നിയോഗിച്ചത്.